അങ്ങനെ ദേ വീണ്ടും ഒരു ഞായറാഴ്ച എത്തിയിട്ടോ. വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരമൊക്കെ ഒന്ന് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞ് ഒരു 4 മണിയായപ്പോഴത്തേക്കും പൊന്നുകുട്ടിയും ഞാനും കൂടെ ചെടി നടുന്ന സ്ഥലമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. 2 ദിവസം മുന്നേ ഞാൻ അവിടുത്തെ കല്ലൊക്കെ കുറച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു, ബാക്കിയിട്ടൊന്നും ഇളക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നിപ്പോൾ ദേ ഓരോന്ന് ഇളക്കിയൊക്കെ മാറ്റി വാവക്കുട്ടനും പൊന്നുകുട്ടിയും കൂടെ തന്നെ ഉണ്ട് കേട്ടോ. പൊന്നുകുട്ടിയുടെ ഇച്ചിരി ഒരു വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞ് എടുത്ത് തന്നിട്ട് ആളും അടുത്ത് പിന്നെ സൈക്കിൾ വിട്ടാൻ പോയിട്ട് പിന്നെ ദേ വാവക്കുട്ടൻ എൻ്റെ കൂടെ അതിൻ്റെ മണ്ണൊക്കെ ഇളക്കി മാറ്റുന്നുണ്ട്. അവിടെ മണ്ണിട്ട് വെച്ചിട്ടേ കോഴി ഇളക്കി കളയണ കാരണമായിരുന്നു ഇങ്ങനെ കല്ലിട്ടിട്ട് ഞാൻ ചെടിച്ചട്ടി അതിന് മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കല്ലുകൾ ആ മണ്ണിലേക്ക് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിരുന്നോണ്ടേ എടുത്ത് ഇളക്കി കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഒരു കണക്കിന് കുറേ നേരമൊക്കെ കാണിച്ച് കുറേ കല്ലുകൾ ഇളക്കി കൊണ്ടുപോയി മാറ്റി വെച്ചേ. കുറേ നേരം പൊന്നുകുട്ടി വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞ് പൊന്നുകുട്ടിക്ക് സൈക്കിൾ ഓട്ടാൻ തോന്നി പൊന്നുകുട്ടി പോയി കേട്ടോ. അങ്ങനെ ദേ ഇരിക്കുമ്പോഴത്തേക്കും ഒരു പൂച്ച ഫ്രണ്ടിൽ വന്ന് കണ്ടിട്ട് കാത്തുപെണ്ണ് കിടന്ന് ഭയങ്കര കുറയാട്ടോ. നമ്മളവിടെ നോക്കി നിൽക്കണമെങ്കിൽ അവൾക്ക് കുറേ ഇത്തിരി കൂടും, അല്ല കാക്കയോ പട്ടിയോ പൂച്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ. അങ്ങനെ ദേ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ദേ മണ്ണൊക്കെ വാരി നമ്മൾ ആ കെട്ടി നിർത്തിയേക്കണ ഭാഗത്തേക്ക് മണ്ണ് ഫില്ല് ചെയ്യുക കേട്ടോ. കല്ലിരുന്ന കാരണം മണ്ണ് കുറവായിരുന്നു. അപ്പോൾ ദേ മണ്ണ് ഇട്ട് നന്നായിട്ട് ലെവൽ ചെയ്തിട്ട് ഒരു പുൽച്ചെടി നടാമെന്ന് വിചാരിച്ചായിരുന്നു കേട്ടോ. അതിങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയാൽ നല്ല ഭംഗി ഉണ്ടാവും. നട്ട് നോക്കാം എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല, എന്നാലും അവിടേക്ക് ഒരു ഭംഗി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ മണ്ണൊക്കെ ഇട്ട് ഫില്ല് ചെയ്തു. അപ്പോൾ കുറച്ചും കൂടെ മണ്ണ് പോരായ്ക ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേ മിറ്റടിച്ച് കയറ്റണ സ്ഥലത്ത് കുറച്ച് മണ്ണ് ഇങ്ങനെ കയറി കിടക്കുന്നുണ്ടായിരുന്നേ. അതൊക്കെ കോരി എടുത്തിട്ട് വന്നിട്ട് ദേ നമ്മുടെ ആ ഭാഗത്തേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇട്ട് ലെവൽ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് നട്ട് പിടിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ മണ്ണൊക്കെ കൊണ്ടുപോയി ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് ലെവൽ ചെയ്തു കേട്ടോ. എവിടെ 2 ദിവസത്തേക്ക് എനിക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നാളത്തേക്ക് കോഴി വന്നത് മുഴുവൻ തെരഞ്ഞ് നാശകോശമാക്കുമെന്ന് അറിയാം, എന്നാലും നമുക്കത് ചെയ്യാനുള്ളൊരാഗ്രഹം ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്യണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് മണ്ണൊക്കെ ഒന്ന് നനച്ചിട്ട് ഈ ചെടി അങ്ങനെ ഓരോന്ന് നട്ട് കൊടുക്കുക കേട്ടോ. ഈ ചെടിയാണെങ്കിൽ നടണം ഇതിങ്ങനെ വെട്ടി നിർത്തി കഴിയുമ്പോൾ നല്ല ഭംഗിയിൽ വന്നോളും. വലിച്ചെറിഞ്ഞിട്ടാലും മുളയ്ക്കുന്നത് തന്നെയായിരിക്കും. ഇപ്പോൾ എല്ലാവരുടെയും വീടുകളിൽ തന്നെ ഉണ്ട് ഇതേപോലത്തെ ഒരു എന്താ പറയുക ഒരു പുൽച്ചെടി. അങ്ങനെ അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്ന് അങ്ങോട്ട് നട്ട് കൊടുത്തു. പിന്നെ ഞാൻ ദേ വേഗം മിറ്റടിക്കുക കേട്ടോ. സന്ധ്യയായി തുടങ്ങി, വിളക്ക് വയ്ക്കാനുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടിയൊക്കെ അതാത് സ്ഥാനത്ത് തന്നെ എടുത്തു വെച്ചു കേട്ടോ. എല്ലാത്തിലും തന്നെ ചെടിയൊന്നുമില്ല, അതിലൊക്കെ എല്ലാത്തിലും ചെടി ഉണ്ടായിരുന്നതായിരുന്നു, ഒക്കെ ഉണങ്ങി പോയിട്ടോ. നമ്മുടെ മുറ്റത്താണെങ്കിൽ അധികം വെയിലില്ലാത്തത് കൊണ്ട് നമ്മൾ പൂക്കൾ ഉണ്ടാവുന്ന ചെടി കൊണ്ടുപോയി നട്ടാലും പൂക്കൾ ഉണ്ടാവൽ കുറവായിരിക്കും കേട്ടോ. പൊക്കം വെച്ച് അങ്ങനെ പോവുള്ളൂ. അങ്ങനെ ദേ ഓടിപ്പോയി ഇറയൊക്കെ ഒന്ന് തുടച്ച് കൈകാലൊക്കെ കഴിയിട്ട് വിളക്ക് വയ്ക്കാനുള്ള പരിപാടി തുടങ്ങി കേട്ടോ. പൊന്നുകുട്ടിയും വാവക്കുട്ടനും അപ്പുറത്തെ വീട്ടിലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ദേ വിളക്കൊക്കെ വെച്ച് നാമമൊക്കെ ചൊല്ലി കുറച്ച് നേരം ടി വിയിൽ ഭക്തിഗാനമേളയൊക്കെ വെച്ചിട്ട് ഞാനിങ്ങനെ ഫ്രണ്ടിലിരുന്നു കേട്ടോ. എത്ര പെട്ടെന്നാലേ ഒരു ദിവസം കടന്നു പോകണേ. ഞായറാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തെങ്കിലുമൊക്കെ പണികളായിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കുഞ്ഞു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ.